الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുക, അതിനായി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനമായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ നാവും സംസാരശേഷിയുമൊക്കെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ നാവിനെ കുറിച്ചും അതിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും അത് ഉപയോഗിക്കേണ്ട രീതിയും ഉപയോഗിക്കാൻ പാടില്ലാത്ത തലങ്ങളുമൊക്കെ അതിശക്തമായി അല്ലാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തന്നെ ചോദിക്കുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അലം നജ്അൽ ലഹു, മനുഷ്യരെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലയോ, ഐനൈൻ, രണ്ട് കണ്ണുകൾ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലേ, വലിസാനൻ, ഒരു നാവിനെയും, വശഫതൈനി, രണ്ട് ചുണ്ടുകളെയും. രണ്ട് കണ്ണുകളും രണ്ട് ചുണ്ടുകളും ഒരു നാവും നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടില്ലേ, അതിന് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്നതാണ് റഹ്മാനായ റബ്ബിന്റെ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ സ്വർഗ്ഗത്തിനും വേണ്ടി ഓരോ ദിവസവും വിവിധങ്ങളായ നന്മകൾ നാം ചെയ്യാറുണ്ട്. ആ നന്മകളിൽ
ധാരാളം നന്മകൾ നമ്മുടെ ഈ ചെറിയ അവയവമായ നാവ് കൊണ്ടുള്ള നന്മകളാണ്. നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നന്മകളായും തിന്മകളായും നമുക്ക് രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നമ്മോട് താക്കീത് നൽകിയത്. നിങ്ങളുടെ നാവിനെ ശക്തമായി ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ലക്കും ലകാരമില്ലാതെ നാവിനെ നിങ്ങൾ അഴിച്ചുവിടരുത്. അങ്ങനെ അഴിച്ചുവിട്ടാൽ നിങ്ങൾക്കത് ഉപകാരത്തിനേക്കാൾ ഉപദ്രവമാണ് ഉണ്ടാക്കുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസാരിക്കാനുള്ള ഈ കഴിവ് അല്ലാഹു നൽകി എന്നത് ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. ആ നിഅമത്തിന് നന്ദി കാണിക്കൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ നിർബന്ധവുമാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അല്ലാഹു എനിക്ക് നാവ് തന്നത് കൊണ്ടാണ്. ആ നാവിലൂടെ പുറത്തു വരുന്ന വർത്തമാനം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഖുതുബ പറയാൻ എനിക്ക് അവസരം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്ന അവയവമാണ് നമ്മുടെ നാവ്, നമ്മുടെ വർത്തമാനങ്ങൾ. മഹാന്മാരാകുന്ന പ്രവാചകന്മാര് പോലും ആ നാവിന്റെ നല്ല അവസ്ഥയ്ക്ക് വേണ്ടി റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്തിരുന്നു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ നാവിന് ചില ഇടർച്ചകൾ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ചില ഇടർച്ചകൾ, അദ്ദേഹത്തിന് കൃത്യമായി ഒരു സംസാര വൈഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ഹാറൂനിനെ എന്റെ പിൻഗാമിയായി എനിക്കൊരു സഹായിയായി നീ നിശ്ചയിക്കണം. എന്റെ സഹോദരൻ ഹാറൂൻ എന്നേക്കാൾ വാചാലനായി സംസാരിക്കാൻ കഴിയുന്നവനാണ്. പക്ഷേ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, എന്റെ നാവ് വേണ്ടതുപോലെ ചലിക്കുന്നില്ല, അത് ഞാൻ വിചാരിച്ചതുപോലെ ഒഴുകി നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു, റബ്ബി ശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണം, എന്റെ ഹൃദയത്തിന് നീ ഒരു തുറവി നൽകണം. വയസ്സിർ ലി അംരി, എന്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണം എനിക്ക്. പിന്നീട് അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് വഹലുൽ, നീ അഴിക്കണം അല്ലാഹുവേ ഉഖ്ദതൻ, കെട്ടുകളെ, മിൻ ലിസാനി, എന്റെ നാവിൽ നിന്നുള്ള കെട്ടുകളെ നീ അഴിക്കണം. യഫ്ഖഹു ഖൗലി, എന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുവാൻ, അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എന്റെ നാവിന്റെ കെട്ടുകളെ നീ അഴിക്കണമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തതായി വിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പൊ നാവ് കൊണ്ടുള്ള സ്വാധീനം ഏറെ വലുതാണ് എന്ന് നമുക്കൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, എന്നാൽ സ്വാധീനമുണ്ടാക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളും നിഅമത്തുകളും വാരിക്കൂട്ടാൻ കഴിയുന്ന നമ്മുടെ നാവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്ന അക്തറ ഖത്വായ ഇബ്നു ആദം, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ഉണ്ടാകുന്നത്, അക്സറുൽ ഖതായ, ഏറ്റവും കൂടുതൽ തിന്മകൾ മനുഷ്യരിൽ നിന്ന് വരുന്നത് ഫീ ലിസാനിഹി, അവരുടെ നാവ് മുഖേനയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്, നാവ് അല്ലാഹുവിന്റെ അപാരമായ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ അത്ഭുതമായ സൃഷ്ടി വൈഭവത്തിൽ ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത വലിയ റഹ്മാനായ റബ്ബിന് മാത്രം കഴിയാവുന്ന സൃഷ്ടിയാണ് മനുഷ്യൻ. മറ്റൊരാൾക്കും അതിൽ ഒരു കൈകടത്തലുകളും നടത്താൻ കഴിയില്ല എന്ന മനുഷ്യന് ചിന്തനീയമായ ഒരു സൃഷ്ടി വൈഭവം മനുഷ്യരുടെ നാവുകളിൽ കാണാം എന്ന് പറഞ്ഞിട്ട് വസാരി ഇമാം പറയുന്നത്, എന്നാൽ
അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമായ നാവ് ആ മനുഷ്യരുടെ അവയവങ്ങളിൽ ഏറ്റവും ചെറിയ നാവാണ്, അവയവമാണ്. എന്നാൽ ചെറിയ അവയവമായ നാവ് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ ഏറെ വലുതാണ് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ നാവുള്ളവരാണ്, നമ്മളൊക്കെ സംസാരിക്കുന്നവരാണ്, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും. നമ്മുടെ നാവ് കൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളമായി ചർച്ചകൾ കാണാം. അള്ളാഹുവിന്റെ റസൂൽ നാവിനെ കുറിച്ച് പറയുന്നത് ലാ യസ്തഖീമു ഈമാനു അബ്ദു, ലാ യസ്തഖീമു ഈമാനു അബ്ദു, ഒരാളുടെയും വിശ്വാസം നേരെയാവുകയില്ല, ഒരാളുടെയും ഈമാന് പൂർണ്ണമാവുകയില്ല, ശരിയാവുകയില്ല. ഹത്താ യസ്തഖീമ ഖൽബു, അവന്റെ ഹൃദയം നേരെയാകുന്നത് വരെ. ഹൃദയം നേരെയായാലേ ഈമാൻ നേരെയാവൂ. വലാ യസ്തഖീമു ഖൽബു, എന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയവും നേരെയാവുകയില്ല. ഹത്താ യസ്തഖീമ ലിസാനു, നാവ് നേരെയാവാതെ ഹൃദയം നേരെയാവില്ല. ഹൃദയം നേരെയാവാതെ ഈമാനും പൂർണ്ണമാവുകയില്ല. അപ്പൊ നമ്മുടെ ഈമാന് പോലും നിലനിൽക്കുന്നത്, നമ്മുടെ ഈമാന് പോലും ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നതിൽ നമ്മുടെ നാവിന് പങ്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ടാണ് വിശ്വാസികളോട് റസൂലുള്ളാഹി പറയുന്ന മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കുറിച്ച് നിനക്ക് വിശ്വാസമുണ്ടോ, നാളെ പരലോകത്ത് ആരും സഹായത്തിനില്ലാത്ത മനുഷ്യരുടെ വൻസഭയിൽ ഒറ്റക്ക് നിൽക്കണമെന്ന ബോധം നിനക്കുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറാ, നീ പറയുന്നത് മുഴുവനും നല്ലതാകണം. നീ പറയുന്നതിന് മുമ്പ്, നാവ് സംസാരത്തിന് വേണ്ടി അങ്ങ് അഴിച്ചുവിടുന്നതിന് മുമ്പ് നീ 100 വട്ടം ആലോചിക്കണം. ഖൈറാ, അത് നിനക്ക് നന്മയാണോ, ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്കോ സമൂഹത്തിനോ മറ്റു വല്ലവർക്കും വല്ല ഗുണവുമുണ്ടോ എന്ന് ആലോചിക്കാതെ നീ ഒരു കാര്യവും നിഅമത്താകുന്ന നിന്റെ നാവ് കൊണ്ട് പറയല്ല. ഔലി യസ്മുത്ത്, നല്ലതല്ല എന്നാണ് നിന്റെ മനസ്സ് പറയുന്നതെങ്കിൽ നിന്റെ നാവ് ഒരിക്കലും തന്നെ നീ പുറത്തേക്കിടരുത്. നീ മിണ്ടാതിരിക്കലാണ് ഖൈറോ എന്ന് റസൂലുള്ളാഹി പറയുന്നു. പറയുകയാണെങ്കിൽ നല്ലതാകണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് വളരെ പ്രധാനമാണ് നമ്മുടെ നാവ്. രണ്ടാമത്തത്, നാവിനെ സൂക്ഷിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗമുണ്ട് എന്നതിന് ജാമ്യം നിൽക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. താന്റെ റസൂലിന്റെ വാചകം മൻ യദ്മല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി, 2 അവയവം സൂക്ഷിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ അദ്മനു ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് ഞാൻ ജാമ്യം നിൽക്കാം, അവനിക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പറയുന്നത് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ വേണ്ടത്? 2 അവയവങ്ങളെ സൂക്ഷിക്കണം. ഒന്ന് മാ ബൈന ലഹിയൈഹി, 2 താടിയല്ലുകൾക്കിടയിലുള്ള നാവാണ്. മറ്റൊന്ന് തുടകൾക്കിടയിലുള്ളവന്റെ ഗുഹ്യസ്ഥാനമാണ്. ഗുഹ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നവർക്ക് അദ്മനു ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗമുണ്ട് എന്ന് ഞാൻ ഏൽക്കാം, അവനിക്ക് സ്വർഗം ഉറപ്പ് ഞാൻ നൽകാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വർഗത്തിലെത്താൻ വളരെ പ്രധാനമാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക, നമ്മുടെ വാക്കുകളെ കരുതലോടെ ഉപയോഗിക്കുക എന്നത്. സ്വർഗം പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ കരണീയമായിട്ടുള്ളതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നല്ലത് മാത്രമേ സംസാരിക്കാവൂ. ഖുൽ നബിയെ തങ്ങൾ പറയണം, ലി ഇബാദി, എന്റെ അടിമകളാകുന്ന മുഴുവൻ ആളുകളോടും പറയുക, എല്ലാവരോടും പറയുക. എന്താണ് പറയേണ്ടത്? യഖൂലു, അവര് പറയണം, അവര് പറയേണ്ടത് അല്ലതീ ഹിയ അഹ്സൻ, അല്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് മാത്രമേ പറയാവൂ എന്ന് എന്റെ അടിമകളോട് പറയണം. അല്ലാഹ് പറയാ റസൂലുള്ളാഹിനോട്,
എല്ലാ അടിമകളോടും പറയാ, എന്ത് നല്ലത് മാത്രമേ പറയാവൂ, നല്ല വർത്തമാനങ്ങളെ മാത്രമേ ഉണ്ടാകാവൂ. ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും, തീർച്ചയായും നിങ്ങളുടെ ഇടയിൽ, മനുഷ്യന്മാരുടെ ഇടയിൽ പിശാച് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അത് നിങ്ങളുടെ നാവ് മുഖേന ഉണ്ടാക്കുവാനുള്ള ശ്രമം പിശാച് നടത്തും. നിങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവനെ കുറിച്ച് ഗീബത്തും നമീമത്തും പരദൂഷണവും വേണ്ടാത്തതും തമാശകളൊക്കെ പറയുമ്പോ അത് മുഖേന മനുഷ്യരുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ ബന്ധങ്ങളും തകർന്നു പോകും. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. അതുകൊണ്ട് അടിമകളോട് യഖൂലുൽ ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറയണം എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് ഏറ്റവും നല്ലത് മാത്രമേ പറയാവൂ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേ പ്രകാരം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, കുറഞ്ഞ കാര്യങ്ങൾ, കുറഞ്ഞ വർത്തമാനം, അതാണ് വിശ്വാസികളുടെ അടയാളം. വെറുതെ ഒരു കാര്യവുമില്ലാതെ കളകള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെറുതെ കുറെ വർത്തമാനം പറയുക എന്നത് ഒരിക്കലും നല്ല ബുദ്ധിയുള്ള മനുഷ്യരുടെ അടയാളമല്ല. മുൻഗാമികളാകുന്ന ആളുകൾ പറയുന്നത്, ഒരു മനുഷ്യന്റെ ബുദ്ധി പൂർണ്ണമായാൽ, നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അവന്റെ സംസാരം കുറയും. സംസാരം കുറയുക എന്നത് ഒരു ബുദ്ധി പൂർണ്ണമായതിന്റെ അടയാളമാണ് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാം. അതുകൊണ്ടാണ് പലരും പറയാറുള്ളത്, വായ വിട്ട വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് ഒരു വാചകം അങ്ങ് നിർഗളിച്ചു, നമ്മുടെ ദേഷ്യം കൊണ്ട്, ആ സമയത്തുണ്ടായ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളെ കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു വർത്തമാനം നമ്മൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഖേദമുണ്ടായി, അവനോട് പൊരുത്തപ്പെടിപ്പിച്ചു. 100 വട്ടം പൊരുത്തപ്പെടിച്ചാലും പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവരുടെ മനസ്സുകളിൽ നിന്ന് അത് പോയെന്ന് വരില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് ചില ആളുകളുടെ ചില വർത്തമാനങ്ങൾ. ഒന്നുകിൽ നമ്മുടെ പ്രിയപ്പെട്ട കെട്ടിയോളുടേതായിരിക്കാം, ഭാര്യക്ക് ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന്, മക്കളുടെ ഭാഗത്ത് നിന്ന്, മാതാപിതാക്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ, കുടുംബങ്ങളുടെ പലരുടെയും ചെറിയ ഒരു വലിയ പ്രശ്നമാക്കാൻ പറ്റാവുന്ന വർത്തമാനങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ അതൊരു നെരിപ്പോടായി, ഒരിക്കലും മായാത്ത നിൽക്കുന്ന ചില മുറിവുകളായി എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരിക്കലും വായവിട്ട വർത്തമാനങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിച്ച് മാത്രമേ നാവിനെ ഉപയോഗപ്പെടുത്താവൂ, വർത്തമാനങ്ങളെ ഉപയോഗപ്പെടുത്താവൂ. കാരണം നമ്മുടെ ആ സാഹചര്യത്തിലെ ചില വർത്തമാനങ്ങളുടെ കാരണത്താൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നല്ല സ്നേഹ സുഹൃത്ത് ബന്ധങ്ങൾ, അതേ പ്രകാരം ഗുരുശിക്ഷ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധം, സംഘടനാ ബന്ധങ്ങൾ എല്ലാം നമ്മുടെ നാവ് കൊണ്ട് മുറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരുപാട് ബന്ധങ്ങൾ ഇത്തരത്തിൽ തകരാറിലായത് അവരുടെ നാവിനെ ആ സമയത്ത് അവർ സൂക്ഷിച്ചില്ല എന്ന കാരണം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ഒരു നല്ല വലിയ ഖതീബുമാരായ ആളുകൾ, ദീന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, ആയത്തുകളും ഹദീസുകളും പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ പോലും സംഘടന താല്പര്യങ്ങളുടെ പേരിൽ, അതല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനങ്ങളെ ഒരു നിലക്കും പരിഗണിക്കപ്പെടാതെ മോശമായ വർത്തമാനങ്ങൾ, പരിഹാസത്തിന്റെ ധ്വനികൾ, അതുപോലെ ഇരുമുഖ നയമുള്ള 2 തര വർത്തമാനങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വർത്തമാനങ്ങളും സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണുമ്പോൾ ഏറെ ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർക്ക് നമീമത്ത് പറയാം, ഗീബത്ത് പറയാം, കളവ് പറയാം, മറ്റുള്ളവരെ പരിഹസിക്കാം എന്ന ലൈസൻസ് ഒന്നുമില്ല. എല്ലാവർക്കും ബാധകമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏതിന്റെ പേരിലാണെങ്കിലും, എത്ര വലിയ ശത്രുവാണെങ്കിലും അവനെ പരിഹസിക്കുവാനോ ഇകഴ്ത്തുവാനോ അവനെ ചീത്ത പറയുവാനോ അവന്റെ കുടുംബ പശ്ചാത്തലങ്ങളെ ചികഞ്ഞെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ഇട്ടുകൊണ്ട് അവനെ വഷളാക്കുവാനോ ഒരാൾക്കും അധികാരമില്ല, ഒരാൾക്കും അതിന് അവകാശവുമില്ല. അതുകൊണ്ട് നാം ഒരാളെയും
എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും ഉപദ്രവിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അൽ മുസ്ലിം, മുസ്ലിം എന്ന് പറയുന്നത് നേതാക്കന്മാരായി എന്നതുകൊണ്ട് മുസ്ലിം ആവില്ല. തറവാട് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ആരുടെ നാവിൽ നിന്ന് ആരുടെ കരങ്ങളിൽ നിന്ന് ലോകത്തിലുള്ള മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുന്നുവോ അവരെ മുസ്ലിമാവുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ. അവന്റെ നാവ് കൊണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ, അവന്റെ കൈ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലെങ്കിൽ അവൻ മാത്രമേ മുസ്ലിമാകൂ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുസ്ലിമാകണമെങ്കിൽ, നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ നാവിനെ, എല്ലില്ലാത്ത ഈ ചെറിയ അവയവത്തിനെ ഏറെ കരുതലോടെ, ഏറെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കണമെന്ന് ഇസ്ലാം പറയുന്നത്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം മഹാനായ മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫി റഹിമഹുല്ലാഹ് നൽകിയ ഒരു വസിയ്യത്ത് കാണാവുന്നതാണ്. മൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഹൃദയത്തിലേക്ക് റഹ്മാനായ റബ്ബ് നന്മകൾക്കായി എന്റെ ഹൃദയം തുറന്നു തരണം, എന്റെ ഹൃദയം പ്രകാശപൂരിതമുള്ളതാകണം, ആരോടും വെറുപ്പില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത, എല്ലാ നന്മകൾക്കും കടന്നു ചെല്ലാൻ പാകത്തിൽ എന്റെ ഹൃദയം തുറന്നു തരണം എന്റെ റബ്ബ് എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഷാഫി ഇമാമിന്റെ വസിയ്യത്ത് എന്താ അവൻ വേണ്ടത്? എന്താ വേണ്ടത്? ഫഅലൈഹി, അവന് നിർബന്ധമാണ് ബിതർക്കി കസ്റത്തുൽ കലാം ഫീമാ ലാ യുഗ്നി, അവന് ആവശ്യമില്ലാത്ത, അവന് ഒരു ഗുണവുമില്ലാത്ത, ഒരു ഗുണവും ചെയ്യാത്ത അമിതമായ വർത്തമാനങ്ങൾ അവൻ ഒഴിവാക്കണം. എന്നാൽ അള്ളാഹു അവന്റെ ഹൃദയത്തിന് വിശാലത നൽകും, നന്മകൾക്കായി അവന്റെ ഹൃദയത്തെ തുറന്നു നൽകും. അനാവശ്യമായ, നമുക്ക് കാര്യം ഉപകാരമില്ലാത്ത വർത്താനത്തിലും ചർച്ചകളിലേക്കും നമ്മൾ പോകരുത് എന്ന ഷാഫി ഇമാമിന്റെ വസിയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെയും ധാരാളം സ്വഹാബികളുടെ, മഹാന്മാരാകുന്ന ഇമാമുമാരുടെ വിഷയകമായ ധാരാളം ഉപദേശങ്ങൾ കാണാം. അവിടെയൊക്കെയുള്ളത് എനിക്ക് ഉപകാരമില്ലാത്ത, നമുക്ക് ഉപകാരമില്ലാത്ത ഒരു ചർച്ചക്കും നമ്മൾ പോകാൻ നിൽക്കരുത്. എത്ര വലിയ എന്ത് ചർച്ചകളാകട്ടെ അതവിടെ പൊടിപൊടിക്കട്ടെ, നമുക്കതിൽ കാര്യമില്ല, നമ്മുടെ കുടുംബത്തിന് അതുകൊണ്ട് നേട്ടമില്ല, അതല്ലെങ്കിൽ സമൂഹത്തിന് അതുകൊണ്ടൊരു നേട്ടവും ഇല്ലെങ്കിൽ ആ ചർച്ചകൾക്കോ അത്തരം വർത്തമാനങ്ങൾക്കോ ഞാനും നിങ്ങളും പോകരുത് എന്ന് മഹാനായ ഇമാം ഷാഫി റഹിമഹുമുല്ലാഹ് നമുക്ക് ഉപദേശിച്ചതായി കാണാവുന്നതാണ്. അതോടുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയുക, നമ്മുടെ വർത്തമാനങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന അപകടം ഏറ്റവും ഗൗരവമായി നാം ചിന്തിക്കേണ്ടത്, നാം സംസാരിക്കുമ്പോ നമ്മുടെ സംസാരങ്ങളെ ഓരോന്നും ഒന്നുകിൽ നന്മയായി അല്ലെങ്കിൽ തിന്മയായി രേഖപ്പെടുത്തപ്പെടും. എല്ലാ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ. അതേപോലെ തന്നെയാണ് നാവും. നാവ് കൊണ്ട് പറയുന്നത് എന്തോ അതൊക്കെ ഒന്നുകിൽ നന്മയായി അല്ലെങ്കിൽ തിന്മയായി രേഖപ്പെടുത്തും എന്ന കൃത്യമായ ബോധം, തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരം കുറയ്ക്കാൻ വേണ്ടി വായിൽ ചെറിയ കല്ലുകൾ വായിലിട്ട് കൊണ്ട് നടക്കുമായിരുന്നു. കല്ലുണ്ടെങ്കിൽ പിന്നെ വർത്താനം പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ സ്വഹാബികളുടെ ചരിത്രത്തിലൊക്കെ കാണാം. എന്തുകൊണ്ട്? ഇല്ലാതെ, നിന്റെ അടുക്കലില്ലാതെ ഒരു ഖൗലും ഒരു വാക്കും ഒരാളും ഉച്ചരിക്കുന്നില്ല. നമ്മൾ പറയുന്ന സർവ്വ വർത്തമാനങ്ങളും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നാളെ നമ്മുടെ കർമ്മരേഖയിൽ അതുണ്ടാകും. യൗമ തശ്ഹദു അലൈഹിം അൽസിനതഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. യൗമ, അന്നത്തെ ദിവസം,
തഷ്ഹദു അലൈഹിം, അവർക്ക് സാക്ഷിയായി വരും അൽസിനതഹും, അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും ബിമാ കാനൂ യഅമലൂന, അവര് പ്രവർത്തിക്കുന്ന സർവ്വ കാര്യങ്ങൾക്കും കൈകാലുകളും നാവും സാക്ഷിയായി വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. ആ നാവ് കൊണ്ട് ഗുണകരമായത് മാത്രം പറയാ. നാളെ കർമ്മരേഖയിൽ നമ്മുടെ മീസാൻ എന്ന തുലാസിന് കനം കൂട്ടുന്ന വർത്തമാനങ്ങൾ മാത്രം പറയാ. ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നൽ അബദ ലയതകല്ലമു ബിൽ കലിമതി മാ യതബയ്യനു ഫീഹാ. റസൂലുള്ളാഹി ഒന്നുകൂടെ പറഞ്ഞു, നീ പറയുമ്പോ സംശയമുള്ള കാര്യങ്ങൾ പോലും പറയരുത്. സംശയാസ്പദമായ ചില കാര്യങ്ങൾ ചില അടിമകൾ പറയും, ഉറപ്പൊന്നുമില്ല, എവിടുന്നോ കേട്ടു, ആരോ കേട്ടു, എവിടുന്നോ ഏതോ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംശയാസ്പദമായ കാര്യങ്ങൾ പറയുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നോക്ക്, അത്തരം ആളുകൾ യസില്ലു ബിഹാ ഫിന്നാരി അബ്അദു മിമ്മാ ബൈനൽ മശ്രിഖ്. ആ സംശയാസ്പദമായ കാര്യം പറഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിൽ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ എത്രമാത്രം അകലെയുണ്ടോ അത്രമാത്രം ആ അകലത്തോളം നാളെ നരകത്തിലേക്ക് ആ മനുഷ്യനെ വലിച്ചെറിയപ്പെടും, നരകത്തിലേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ തെറ്റ്? എന്തോ ഒരു സംശയത്തിന്റെ എവിടെയോ കേട്ട് ഏതോ ഒരു കാര്യം അവൻ പറഞ്ഞു എന്നതിന്റെ പേരിൽ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഒരു വാചകം കാണാം. ഇന്നൽ അബ്ദ ലയഅതി യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലിൽ ജിബാൽ. അടിമകൾ ഖിയാമത്ത് നാളിൽ പർവ്വത സമാനമായ നന്മകളുമായി വരും. ഇഷ്ടം പോലെ നിസ്കാരവും നോമ്പും സക്കാത്തും ഖുർആൻ പാരായണങ്ങളും ധാരാളം. പർവ്വത സമാനമായ അംസാലുൽ ജിബാൽ, പർവ്വത സമാനമായ നന്മകളുമായി നാളെ അന്ത്യനാളിൽ വരുന്ന അടിമകൾ. പക്ഷേ ഫയജിദു ഖദ് ഹദമഹ അലൈഹി കുല്ലഹ, അവന്റെ ആ നന്മകൾ മുഴുവനും അവന്റെ നാവ് പൊളിച്ചു കളഞ്ഞതായി അവന് കാണപ്പെടുമെന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു നൽകിയ ഈ നിഅമത്താകുന്ന നമ്മുടെ നാവ് നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒരാളെയും മേഷണിയും പരദൂഷണവും പറയുന്നവരാകരുത്, ചീത്ത വിളിക്കുന്നവരാകരുത്, ഒരിക്കലും അസഭ്യം പറയുന്നവരാകരുത്. കുത്തുവാക്കുകളും അവഹേളിക്കുന്നവരും വർത്തമാനങ്ങൾ നമ്മുടെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വരരുത്. കളവിന്റെ ലാഞ്ചനയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകരുത്. സംശയാസ്പദമായ കാര്യങ്ങൾ പോലും നമ്മുടെ നാവ് കൊണ്ട് വേണ്ട. കുറഞ്ഞ സംസാരമുള്ളതാകുക, അതും കാര്യത്തിന് വേണ്ടി മാത്രം, ഉപകാരത്തിന് വേണ്ടി മാത്രമുള്ള വർത്തമാനങ്ങൾ പറയുന്ന നല്ല നാവുകളായി ആ നാവ് കൊണ്ട് നാളെ പരലോകത്ത് ഗുണകരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവാകുന്ന നിഅമത്തിനെ നല്ല നിലക്ക് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിന്റെ വിളംബരവും ഓർമ്മപ്പെടുത്തലുമായി റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹു പവിത്രമാക്കിയ 6 മാസങ്ങളിൽ 4 മാസങ്ങളിൽ വളരെ പ്രധാനമായ ഒരു മാസമാണ് റജബ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ റജബ് മാസത്തിൽ ഒരിക്കലും ഈ മാസത്തിനോട് അനാദരവ് കാണിക്കരുത് എന്ന് സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉണർത്തിയതും, ഈ മാസം ചെയ്യുന്ന തിന്മകൾ ഗൗരവമുള്ളതാകും, ഈ മാസം ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നന്മകൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുണ്ട്. അൽ അമലു സ്വാലിഹു അഅ്ലമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹറം. അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പവിത്രതയില്ലാതെ മൊത്തത്തിൽ വിശുദ്ധ റജബ് മാസത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും വലിയ പ്രതിഫലമാണ്. അത് എത്രയാണ്, ഇങ്ങനെയാണ് എന്നൊന്നും പ്രത്യേകമായി ഒരു കർമ്മവും റജബിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നമ്മൾ അറിയാം. എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകമായ ചില മഹത്വങ്ങളും ആദരവുകളും ഉള്ളതായി ചില ആളുകൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. റജബ് മാസത്തിനെ ആദ്യം അറിയിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുള്ളതായി, അതേ പ്രകാരം
മിഅ്റാജ് നോമ്പ്, റജബ് മാസത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഉംറ, പിന്നെ ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണല്ലോ, റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഒരു പ്രത്യേക നിസ്കാരം സ്വലാത്തുർ റഗായിബ് എന്നാ പറയാം. പല ആളുകൾക്കും കേൾവിയുണ്ടാകും. ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഒരു സ്വലാത്തുർ റഗായിബ് ഉണ്ട്. അത്തരം നിസ്കാരങ്ങളൊന്നും 12 റക്അത്ത് നിസ്കാരം ഒക്കെയാണ്, ഏതോ ആകട്ടെ, ഏതായിരുന്നാലും അത്തരം നിസ്കാരങ്ങളൊന്നും അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് പരിചയമില്ലാത്ത, സ്വഹാബികളൊന്നും ചെയ്തിട്ടില്ലാത്ത എന്ന് മാത്രമല്ല, മഹാന്മാരാകുന്ന ഇമാം നബവി റഹിമഹുള്ള പോലും ഈ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ബിദ്അത്താനി മുൻകറത്താനി, ബിദ്അത്താണത്, ഏറ്റവും വെറുക്കപ്പെട്ട ബിദ്അത്താണ് എന്ന് പറഞ്ഞതായി കാണാം. അതേ പ്രകാരം റജബ് മാസം വന്ന ഉടനെ എല്ലാവരും ഒരു പ്രാർത്ഥന ചെല്ലുന്നതായി കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലഗനാ റമളാൻ. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്നത് സത്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഒരു ഹദീസ് പറയപ്പെടുന്നുണ്ട്, റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതായി. പക്ഷേ ആ ഹദീസിൽ വളരെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത, ദുർബലന്മാരായ, അംഗീകരിക്കാൻ പറ്റാത്ത ധാരാളം ആളുകൾ ആ ഹദീസിൽ ഉണ്ടായത് കൊണ്ട് ആ ഹദീസ് സിഹത്തിന് പറ്റില്ല, വഈഫാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് എന്ന അർത്ഥത്തിൽ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് ബിദ്അത്തായി മാറും എന്നും നാം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ റജബ് മാസം പവിത്രമായ ആദരിക്കപ്പെടേണ്ട മാസമാണ്. ഈ റജബിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും പ്രത്യേകമായ പ്രതിഫലങ്ങളുണ്ട്. ഈ റജബ് മാസത്തിൽ ചെയ്യുന്ന തിന്മകൾക്ക് അതിൻ്റെതായ ഗൗരവങ്ങളും ഉണ്ട് എന്ന പ്രത്യേകതയല്ലാതെ, അള്ളാഹു ആദരിച്ചു എന്ന പ്രത്യേകതയല്ലാതെ പ്രത്യേകമായ എന്തെങ്കിലും ആരാധനകളോ എന്തെങ്കിലും പ്രത്യേകമായ നിസ്കാരമോ ഏതെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ് പോലും അള്ളാഹുവിന്റെ റസൂൽ കൂടുതലായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നും നാം മനസ്സിലാക്കുക. പ്രമാണങ്ങളിൽ നിന്ന് വിഷയങ്ങളെ മനസ്സിലാക്കുവാനും അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മഫാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കുവാനും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊപ്പം ഒത്തുചേരുവാനും ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന മരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നിങ്ങളെ ഏവരെയും കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. اللهم ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين.